എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കുക, അത് നല്ല സ്വാദ് ഉണ്ടായിരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്. തക്കാളി വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. തക്കാളി ചമ്മന്തി, അതുപോലെ തന്നെ മുട്ടയും തക്കാളിയും, ചമ്മന്തിയും തക്കാളിയൊക്കെ കൂടിയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ്. ഇതെന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ് കേട്ടോ. 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പുളി ഉണ്ടായിരുന്നു കേട്ടോ ഈ തക്കാളിക്ക്. എന്തായാലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം. ഞാൻ നീളത്തിൽ മുറിച്ചെടുക്കണമെന്ന് മാത്രം. പിന്നെ ആദ്യമേ പറയാം, തക്കാളി ഇഷ്ടമില്ലാത്തവർ ഈ റെസിപ്പി കാണാതിരിക്കുമോ നല്ലത്. തക്കാളി ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഒരു കറിയാട്ടാ. അപ്പോൾ മെയിനായിട്ടുള്ള തക്കാളി നമുക്ക് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയാണ്. ഒരു 4-5 ചുവന്നുള്ളിയും ഒരു 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ചതച്ച് മാറ്റിയിട്ട് വെക്കാം. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റായി സ്ഥിതിക്ക് നമുക്ക് ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കുക എന്നുള്ളത് എപ്പോഴും പറയണ പോലെ നിർബന്ധമുള്ള കേസല്ലേ. പിന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ച് ചേർത്തിട്ട് അതൊരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചുവന്നുള്ളിക്ക് പകരം സവോള എടുക്കരുതിട്ടാ. നമ്മൾ ആകെ 4-5 ചുവന്നുള്ളിയിൽ എടുക്കണുള്ളൂ. ആ 4-5 ചുവന്നുള്ളി 4-5 വെളുത്തുള്ളി മാത്രമേ ഈ 3 തക്കാളിക്ക് നമ്മൾ എടുക്കുന്നുള്ളൂ. ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് 1 ടീസ്പൂണോളം ചതച്ച മുളക് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുളക് കൂടി ചേർത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ചതച്ച മുളകിൻ്റെ അളവ് കുറയ്ക്കുക. പിന്നെ കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കരിയാണ്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ മെയിനായിട്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ നുറുക്കി മാറ്റി വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ തക്കാളി ചമ്മന്തി നിങ്ങൾ വേറൊരു വിധേയനാണ് ഉണ്ടാക്കുന്നില്ല, അങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഉണ്ടാക്കുന്ന രീതിയായിട്ട് അതിൽ കാണിച്ചിട്ടുള്ളത്. എന്തായാലും തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചോട്ടെ. അപ്പോൾ തക്കാളി അങ്ങോട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. വെന്തിട്ട് വേണം നമുക്ക് നല്ലപോലെ ഒന്ന് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം നമ്മുടെ മെയിനായിട്ടുള്ള സംഭവത്തിൽ ചേർക്കാൻ. പിന്നെ ഉപ്പ് ചേർക്കുമ്പോഴേ വളരെ കുറച്ച് ആദ്യം ചേർക്കുക. കാരണം നമ്മൾ ഇതിലൊരു സാധനം കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അതിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ സൈഡായിട്ട് കഴിക്കാനുള്ള ഓംലേറ്റും കൂടി ഉണ്ടാക്കാം. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ നാളികേരം, പച്ചമുളകും, കറിവേപ്പിലയും, കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് മുട്ടപ്പം ഉണ്ടാക്കാറ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സവോളയും ചുവന്നുള്ളിയൊക്കെ ചേർക്കാം. എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനതൊക്കെ വേണ്ടാന്ന് വയ്ക്കുന്നത്. ഈ കറിക്ക് സൈഡായിട്ട് ഒന്നെങ്കിൽ ഉണക്കമീൻ വറുത്തത്, അല്ലെങ്കിൽ നല്ല ചാള വറുത്തത്, അതും അല്ലെന്നുണ്ടെങ്കിൽ മുട്ട പൊരിച്ചത് ഇട്ടാ. ഞാൻ എന്തായാലും മുട്ട പൊരിച്ചാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് തക്കാളി വേവണ സമയം കൊണ്ട് മുട്ട പൊരിച്ചൊന്ന് സെറ്റാക്കാം. തക്കാളി എന്തായാലും ഒരു 5-8 മിനിറ്റ് കൊണ്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. സൈഡായിട്ട് ഇതാ മുട്ട പൊരിക്കുന്നുണ്ട് കേട്ടോ. 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതൊക്കെ സെറ്റാക്കി എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ മുട്ടയും പൊരിച്ചെടുക്കുന്നത്. തക്കാളിയിൽ അധികമായിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി വരട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരട്ടിയെടുക്കാം. ഞാൻ എന്തായാലും ഈ ഒരു പരുവത്തിലാണ് വരട്ടിയെടുക്കുന്നത്. നമുക്ക് കുറച്ച് കറിവേപ്പില കൊണ്ട് ചേർത്ത് ഇളക്കിയിട്ട് നമ്മുടെ മെയിൻ ഐറ്റം നമുക്ക് ചേർക്കാം. വേറെ ഒന്നും അല്ല കേട്ടോ, നമ്മൾ ചേർക്കാൻ പോകുന്നത് കഞ്ഞിവെള്ളമാണ്. ചോറ് വെച്ചപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളത്തിൻ്റെ തെളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് ഒഴിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവിന് ഒഴിച്ചാൽ മതി. ഞാൻ എന്തായാലും ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കി. കുറച്ചും കൂടി ലൂസാക്കാന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കഞ്ഞിവെള്ളത്തിൽ നിന്ന് കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട്. തക്കാളി ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം പുളിയും എരിവും അതുപോലെ തന്നെ ഉപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കഞ്ഞിവെള്ളം കൂടി ഒഴിക്കുമ്പോൾ അതൊക്കെ ഒന്ന് താഴ്ന്നു പോകും. അതുകൊണ്ട് തന്നെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം എരിവും കുറച്ച് പുളി വേണമെങ്കിൽ ചേർക്കട്ടെ. എൻ്റെ അമ്മ തക്കാളി ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ മിക്കപ്പോഴും വാളംപുളി ചേർക്കാറുണ്ട്. നല്ല പുളിക്ക് ചോറ് തിരുമ്മി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അത്ര പുളി ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കണം എന്നില്ല. ഇന്നത്തെ തക്കാളി ചമ്മന്തിയിൽ ഞാൻ പുളിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. കഞ്ഞിവെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. ഉപ്പുള്ള കഞ്ഞിവെള്ളം തന്നെയാണ് ഒഴിച്ചത്. പക്ഷേ തക്കാളി ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് ഉപ്പാണ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ തിളയ്ക്കണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒഴിച്ചു കറിക്ക് പകരമായിട്ട് ഈ ഒരു കറി മാത്രം മതിട്ടാ. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനുള്ള കാരണം ഞാൻ പറയാം. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പത്തിൽ പനിയൊക്കെ ഉണ്ടാകുമ്പോഴേ നല്ല പുളി എരിവുള്ളൊക്കെ എന്തെങ്കിലും കൂട്ടി കഴിക്കാൻ തോന്നും. അങ്ങനെ അമ്മ എപ്പോഴും ഉണ്ടാക്കി തന്ന റൈറ്റായിട്ട് ഈ തക്കാളി ചമ്മന്തി. ഈ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ട് കഞ്ഞിയുടെ മേലണ്ട് ഒഴിക്കും. എന്നിട്ട് അതുകൊണ്ട് കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് കേട്ടോ. വായിക്ക് രസം ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും അത് കഴിച്ചൊരു ഓർമ്മ ഭയങ്കര ഇപ്പോഴും മനസ്സിലുണ്ട്. 2-3 ദിവസം മുന്നേ ഞാൻ യൂട്യൂബ് ചാനലുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു കുഞ്ചൂസ് ഫാമിലി നല്ലൊരു ചേച്ചി ഇതുപോലെ ഉണ്ടാക്കുന്നത് കണ്ടു കേട്ടോ. തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ട് അതിൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മുട്ട പൊരിച്ച് ചോറുണ്ടാക്കി കഴിക്കുന്നത് കണ്ടു. അപ്പോൾ ഈ പണ്ടത്തെ ഓർമ്മകളൊന്നും എനിക്ക് കൊതിയൊന്നും സത്യം പറഞ്ഞാൽ. കുറച്ച് ദിവസമായി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത്, പക്ഷേ ഇന്നാണ് അത് സാധിച്ചത്. എന്തായാലും ഉണ്ടാക്കി നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ല കേട്ടോ. ഈ തക്കാളി ചമ്മന്തിയും അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് കഴിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഉണ്ടാക്കി നോക്കിയാൽ മതി. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു.